എൽദോ മനോഹരമായൊരു പ്രഭാതമാണ് എൽദോ ഇന്ന്. ഒപ്പം തന്നെ നിരവധി വാർത്തകൾ ഉള്ള ദിവസമാണ്. എൽദോ പറഞ്ഞതുപോലെ തന്നെ FC-യുടെ കോച്ചിങ് സെന്ററിലാണ് ഉള്ളത് എന്നറിയുമ്പോൾ സന്തോഷം തോന്നുന്നു. കുട്ടികളെ കാണുമ്പോൾ ഏറെ സന്തോഷം തോന്നുന്നു. ഏതായാലും സ്പീഡ് ന്യൂസിലേക്ക്. ട്രേഡ് യൂണിയൻ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് ഇന്ന്. സെൻട്രൽ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിലാണ് സമരം. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ബന്ദ്. ബന്ദ് കേരളത്തെ ബാധിക്കില്ല. ഡൽഹി ചലോ മാർച്ചുമായി കർഷകർ മുന്നോട്ട്. കർഷക സംഘടനകളുമായി കേന്ദ്ര സർക്കാർ നടത്തിയ 3ാം ചർച്ചയും പരാജയപ്പെട്ടു. താങ്ങുവില ഉറപ്പാക്കാൻ നിയമനിർമ്മാണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കർഷകർ. എന്നാൽ ഇക്കാര്യത്തിൽ ഉറപ്പു നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിനായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. പാർട്ടി മത്സരിക്കുന്ന 15 മണ്ഡലങ്ങളിലെയും പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് തയ്യാറാക്കിയേക്കും. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ BJPക്ക് കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്ന് കുമ്മനം രാജശേഖരൻ. ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയും തലസ്ഥാന മണ്ഡലത്തിൽ വരില്ല. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ജനസമ്മതിയുള്ള നേതാവായിരിക്കും രംഗത്തിറങ്ങുകയെന്നും കുമ്മനം രാജശേഖരൻ. വയനാട്ടിലെ ആളെക്കൊല്ലി കാട്ടാനയ്ക്കായുള്ള തെരച്ചിൽ വിഫലമായി തുടരുന്നു. ബേലൂർ മഗ്ന ദൌത്യത്തിൽ പങ്കെടുക്കാൻ കർണാടകയിൽ നിന്നുള്ള വനപാലക സംഘവും വയനാട്ടിലെത്തി. അതിനിടെ ദൌത്യത്തിനായി പ്രത്യേക അധികാരങ്ങളോട് കൂടിയ ഉദ്യോഗസ്ഥരും CCF റാങ്കിലുള്ള ഓഫീസറെയും നിയമിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ജനപ്രതിനിധികളുടെ യോഗത്തിൽ തീരുമാനമായി. SFIU അന്വേഷണത്തിനെതിരായ എക്സാലോജിക്കിന്റെ ഹർജിയിൽ കർണാടക കോടതി ഇന്ന് വിധി പറയും. ഉച്ചയ്ക്ക് 2:30 വിധി പറയുക. SFIU അന്വേഷണം റദ്ദാക്കണമെന്ന വീണ വിജയന്റെ ആവശ്യം കോടതി തള്ളിയിരുന്നു. അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നതിന് തടസ്സമില്ലെന്ന് പറഞ്ഞ കോടതി അന്വേഷണവുമായി സഹകരിക്കണമെന്ന് വീണ വിജയന് നിർദ്ദേശവും നൽകി. തൃപ്പൂണിത്തുറ സ്ഫോടനത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകും. ദുരന്തത്തിന് ഇരയായവരാണ് ഹർജി നൽകുക. വെവ്വേറെ ഹർജികളാണ് നൽകുക. മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനം പരിശോധിക്കാനുള്ള ED സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എതിർ സത്യവാങ്മൂലം നൽകിയേക്കും. ED സമൻസ് ചോദ്യം ചെയ്ത് മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഗവർണർക്കെതിരെ തൃശൂരിൽ കരിങ്കൊടി കാട്ടിയവരെ മർദ്ദിച്ച 2 BJP പ്രവർത്തകർ അറസ്റ്റിൽ. ചേറ്റുവ സ്വദേശി വിനീത്, ഏങ്ങണ്ടിയൂർ സ്വദേശി മണികണ്ഠൻ എന്നിവരാണ് അറസ്റ്റിലായത്. മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും ആഞ്ഞടിച്ച് ഗവർണർ. ഒരു വശത്ത് SFIക്കാരുടെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ പറയുകയും മറുവശത്ത് തനിക്ക് സുരക്ഷയൊരുക്കാനും പറയുകയാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്ക് പറ്റുന്ന പണി നാടക കമ്പനി നടത്തലാണെന്ന് ഗവർണർ പരിഹസിച്ചു. വയനാട് പുൽപ്പള്ളി സുരഭിക്കവലയിൽ കണ്ട കടുവയെ പിടികൂടണം എന്ന ആവശ്യം ശക്തമാക്കി നാട്ടുകാർ. കടുവയുടെ സാന്നിധ്യം വർദ്ധിച്ചിട്ടും വനംവകുപ്പ് നടപടിയെടുക്കുന്നില്ലെന്നാണ് ആരോപണം. പ്രദേശത്തെത്തിയ വനപാലകരെ നാട്ടുകാർ തടഞ്ഞു. വയനാട്ടിലെ വന്യജീവി ആക്രമണത്തിൽ ജില്ലയിലെ MLA-മാരുമായി ചർച്ച നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിലെ തീരുമാനങ്ങൾ യോഗം വിലയിരുത്തി. വയനാട്ടിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് കൽപ്പറ്റയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. ജനങ്ങൾ മരണഭീതിയിൽ കഴിയുമ്പോൾ വയനാട്ടുകാരെ പരിഹസിക്കുന്ന വനം മന്ത്രിയുടെ നിലപാട് അപമാനകരമാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. തൽസ്ഥാനത്ത് തുടരാൻ AK ശശീന്ദ്രൻ അർഹനല്ലെന്നാരോപിച്ച് വനം മന്ത്രിയുടെ കോലം കത്തിച്ചു. സപ്ലൈകോ മുഖേന വിതരണം ചെയ്യുന്ന 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിക്കാൻ അനുമതി നൽകി മന്ത്രിസഭ. പൊതുവിപണിയിലേതിന്റെ 35% സബ്സിഡി നൽകുന്ന തരത്തിലാണ് വിലകൾ പുതുക്കി നിശ്ചയിച്ചത്. 2014 ഒടുവിൽ സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിച്ചത്. പ്രധാനമന്ത്രി മോദി ഇന്ന് ഹരിയാനയിലെ റവാരി സന്ദർശിക്കും. 9750 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും സമർപ്പണവും തറക്കല്ലിടലും നിർവഹിക്കും. ഗുരുഗ്രാം മെട്രോ റെയിൽ, റവാരി എയിംസ് എന്നീ പദ്ധതികളുടെ തറക്കല്ലിടുന്നതിനോടൊപ്പം
കുരുക്ഷേത്രയിലെ ജ്യോതിസറിൽ പുതുതായി നിർമ്മിച്ച അനുഭവ കേന്ദ്രവും ഉദ്ഘാടനം ചെയ്യും. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് ഉത്തർപ്രദേശിൽ പ്രവേശിക്കും. രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും യാത്രയിൽ പങ്കുചേരും. വാരാണസിയിലൂടെയാണ് യാത്ര സംസ്ഥാനത്തേക്ക് കടക്കുന്നത്. പടിഞ്ഞാറൻ ജില്ലകൾ ഒഴിവാക്കി. സിൽവർ ലൈൻ പദ്ധതിക്കായുള്ള ഉദ്യോഗസ്ഥരുടെ ഡെപ്യൂട്ടേഷൻ കാലാവധി നീട്ടി. 205 തസ്തികകൾക്കാണ് 1 വർഷം കൂടി മന്ത്രിസഭായോഗം തുടർച്ചാനുമതി നൽകിയത്. പദ്ധതിക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ ഡെപ്യൂട്ടേഷനാണ് നീട്ടിയത്. വി.ഡി. സതീശനും കെ. സുധാകരനും നയിക്കുന്ന സമരാഗ്നി യാത്ര ഇന്നും മലപ്പുറത്ത് പര്യടനം തുടരും. കോൺഗ്രസ് കേന്ദ്ര നേതാക്കളായ സൽമാൻ ഖുർഷിദ്, മുഹമ്മദ് അസറുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുക്കും. കഴിഞ്ഞ ദിവസം യാത്രയ്ക്ക് അരീക്കോടും മലപ്പുറത്തും സ്വീകരണം നൽകി കോൺഗ്രസ് പ്രവർത്തകർ. മുജാഹിദ് 10ാം സംസ്ഥാന സമ്മേളനം മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്ത് പലസ്തീൻ എംബസി പൊളിറ്റിക്കൽ ആൻഡ് മീഡിയ കൌൺസിലർ ഡോക്ടർ അബ്ദുൾ റസാഖ് അബുജസർ. അവശതയനുഭവിക്കുന്ന ഫലസ്തീൻ ജനതയ്ക്ക് ഇന്ത്യയും കേരള സംസ്ഥാനവും നൽകുന്ന സ്നേഹവും പിന്തുണയും ഐക്യദാർഢ്യവും ആവേശകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സമഗ്ര പരിഷ്കരണത്തിന് വഴിയൊരുക്കുന്ന ബജറ്റ് പാസാക്കി മലപ്പുറം നഗരസഭ. പരാതിയുമായി ഓഫീസിലെത്തുന്നവർക്ക് പ്രത്യേക കൌണ്ടറുകൾ വഴി പായസം നൽകുന്ന പരാതി നൽകൂ പായസം തരാം പദ്ധതി ഉൾപ്പെടെയാണ് ബജറ്റിലുള്ളത്. മുനിസിപ്പൽ തല പൊതുമേഖലാ സ്ഥാപനം, വലിയങ്ങാടി ഹെറിറ്റേജ് സ്ട്രീറ്റ് രാത്രികാലങ്ങളിൽ സമയം ചെലവഴിക്കുന്നതിനും ഭക്ഷണം ഉൾപ്പെടെ ലഭ്യമാക്കുന്ന നൈറ്റ് ലൈഫ് കോർണറുകൾ എന്നിവയും ബജറ്റിലുണ്ട്. ഈ വർഷത്തെ മഹാരാഷ്ട്രീയൻ ഓഫ് ദി ഇയർ പുരസ്കാരം റിലയൻസ് റീറ്റെയിൽ വെഞ്ചേഴ്സ് ഡയറക്ടർ ഇഷ അംബാനിക്ക്. മാധ്യമ സ്ഥാപനമായ ലോക്മത്താണ് ഇന്ത്യ ബിസിനസ് വുമൺ അവാർഡ് ഏർപ്പെടുത്തിയത്. പുരസ്കാര നേട്ടം റിലയൻസ് കുടുംബത്തിന് സമർപ്പിക്കുകയാണെന്ന് ഇഷ അംബാനി അറിയിച്ചു. വീണ്ടും സ്വാഗതം മോർണിംഗ് വൈബ്സിലേക്ക്.